നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിച്ചതെല്ലാം വിഫലമായി. കണക്കിലെ കളികൾ പലതും നിരത്തിയെങ്കിലും കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീണു. സൗജന്യ കിറ്റും ക്ഷേമ പെൻഷനുമൊക്കെ വാഗ്ദാനം നൽകി ഭരണ തുടർച്ച നേടിയ പിണറായി സർക്കാർ മൂക്കറ്റം കടത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക 5 മാസം കഴിയുന്നു. പാവങ്ങൾ ഭക്ഷണത്തിനും മരുന്നിനുമായി പിച്ചച്ചട്ടിയുമായി തെരുവിലേക്കിറങ്ങേണ്ട സ്ഥിതിയായി. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ക്ഷാമത്തിലായോ ക്ഷേമ പെൻഷൻ? കുടിശ്ശിക ഇനി എന്നു വീട്ടാൻ? ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായി സേവ് കേരള ഫോറത്തിന്റെ പ്രതിനിധി ശ്രീ KM ഷാജഹാൻ, BJP പ്രതിനിധിയായി ശ്രീ പ്രിന്റു മഹാദേവ്, LDF-ൽ നിന്നും ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവർ ചേരുന്നു. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ KM ഷാജഹാനിലേക്ക് ആദ്യം പോവുകയാണ്. ശ്രീ KM ഷാജഹാൻ, ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനത്തിലും ക്ഷേമ പെൻഷൻ അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൃത്യമായി നൽകും എന്നുള്ള വാഗ്ദാനമാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും കുടിശ്ശികയുടെ കണക്കൊക്കെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിലും ഏപ്രിൽ മുതൽ ഇത് കൃത്യമായി നൽകുമെന്ന് പറയുന്നുണ്ട്. ക്ഷേമ പെൻഷനിൽ വർധനവില്ല എന്നുള്ളതും കൂട്ടിച്ചേർക്കുകയുണ്ടായി. പക്ഷേ ഇത്രയധികം കുടിശ്ശിക നിലനിൽക്കുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഇതെല്ലാ മാസവും കൃത്യമായി പാവങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുമെന്നുള്ള വാഗ്ദാനം എത്രത്തോളം നിറവേറും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നത്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതില് ഈ 2021 മെയ് മാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്ന് ക്ഷേമ പെൻഷനായിരുന്നു. ആ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് നൽകും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാലും ഇപ്പോൾ കഴിഞ്ഞ 2.5 വർഷം കഴിഞ്ഞ് ഇപ്പോഴത്തെ സാഹചര്യം നമ്മളെടുത്ത് നോക്കുമ്പോൾ ക്ഷേമ പെൻഷൻ നൽകാതിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മറ്റൊട്ടേറെ ജനവിഭാഗങ്ങൾക്കും നൽകേണ്ട പെൻഷൻ 4 മാസം 5 മാസമൊക്കെ ആയി കുടിശ്ശിക ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് KSRTCയിൽ നിന്നുള്ള 10,000-കണക്കിന് പെൻഷൻകാരുണ്ട്. ആ പെൻഷൻകാർക്ക് ഒക്കെ തന്നെ 5-6 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ KSRTCയുടെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ KSRTCയിൽ കഴിഞ്ഞ ഒരു 5-6-7 മാസക്കാലമായി 2 ഗഡുവായിട്ടാണ് അവരുടെ ശമ്പളം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ KSRTCയിലെ ജീവനക്കാർക്കൊക്കെ 2 ഗഡു പെൻഷൻ എന്ന് പറയുമ്പോൾ ഈ KSRTCയിലെ ജീവനക്കാരെ, ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ അനുഭവിക്കുന്ന ദുരിതം എന്നെ സംബന്ധിച്ചിടത്തോളം നേർ കാഴ്ചയാണ്. കാരണം ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഈ ബസ്സിലൊക്കെ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് സാധാരണ രീതിയിൽ യാത്ര ചെയ്യാറ്. ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവ കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും ഒക്കെ ദുരിതം കണ്ടാൽ നമുക്ക് സഹിക്കില്ല. ഇപ്പോൾ വനിതാ കണ്ടക്ടർമാർ, ഇപ്പം ഞാൻ ഒരിക്കൽ രാവിലെ ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് ബസ്സിൽ കയറി ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഈ ശ്രീകാര്യത്തേക്ക് പോകുമ്പോൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മണിക്ക് ജോലിക്ക് കയറുന്ന വനിതാ കണ്ടക്ടറെ കണ്ടിട്ടുണ്ട് ഞാൻ. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് രാത്രി 8 മണി 9 മണിയൊക്കെ ആവും എന്നാണ് പറയുന്നത്. അവർ ആ ബസ്സിലൊക്കെ അനുഭവിക്കുന്ന ദുരിതം നമ്മൾ കാണണം. അവർക്ക് മാസങ്ങളായി 2 ഗഡുവാണ് അവർക്ക് 2 ഗഡുവായിട്ടാണ് അവരുടെ ശമ്പളം തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷനെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മറിയക്കുട്ടി ചേച്ചിയുടെ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. അവർ പിച്ചച്ചട്ടി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഒരു 90 വയസ്സുകാരി റോഡിലിരുന്ന് പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടു. അതുപോലെ പെൻഷൻ കിട്ടാതെ ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ടാകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി എത്ര ഗുരുതരമാണ്, എത്ര ദയനീയമാണ് ധനകാര്യസ്ഥിതിയുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണക്ക് വന്നിരുന്നു. ലോക്സഭയിൽ വന്ന കണക്ക് പ്രകാരം 2024 ജനുവരി ആകുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ കടം 4,29,000 കോടി രൂപയാണ്. ഇത് 2016 1,62,000 ആയിരുന്നു കേരളത്തിൻ്റെ കടം. അതിപ്പോൾ 4,29,000 വർദ്ധിച്ചിരിക്കുന്നു.
അപ്പം പ്രതിശീർഷ കടമെന്ന് പറയുന്നത് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയിലധികം 1.5 ലക്ഷം രൂപയാണ് കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഡെറ്റ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അതായത് ഇന്ന് ജനിക്കുന്ന കുട്ടി മുതൽ നാളെ ജനിക്കുന്ന വയോവൃദ്ധൻ വരെയുള്ളവരുടെ തലയ്ക്ക് മുകളിലുള്ള പ്രതിശീർഷ കടം ഏതാണ്ട് 1.5 ലക്ഷം രൂപയിലധികം എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രേഖ നോക്കിയപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധനകാര്യസ്ഥിതി മോശമായിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് റവന്യൂ കമ്മിയുടെ കാര്യത്തിലാകട്ടെ ധനക്കമ്മിയുടെ കാര്യത്തിലാകട്ടെ ഒക്കെ തന്നെ മൊത്തം ഓൾ സ്റ്റേറ്റ് ആവറേജിനേക്കാൾ മോശമാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇപ്പം ഈ മൂലധന ചെലവുണ്ട്. മൂലധന ചെലവെന്ന് പറയുന്നത് കേരളത്തിലെ 1.1% കേരളത്തിലെ മൂലധന ചെലവെങ്കിൽ അത് ഓൾ സ്റ്റേറ്റ് ആവറേജ് 2.8%. ഇപ്പോൾ 2.8% അഖിലേന്ത്യാ തലത്തിൽ അതിൻ്റെ ശരാശരിയെങ്കിൽ മൂലധന ചെലവ് 1.1%. അപ്പോൾ എല്ലാ സാമ്പത്തിക മാനദണ്ഡങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാലും ഏറ്റവും താഴെ 29 സംസ്ഥാനങ്ങളിൽ എനിക്ക് തോന്നുന്നു റവന്യൂ കമ്മിയുള്ള 3 സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അതായത് കേരളം, പഞ്ചാബ്, രാജസ്ഥാൻ, ഈ 3 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ റവന്യൂ കമ്മി ഉള്ളത്. അപ്പോൾ ഏറ്റവും ദയനീയമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയിലേക്ക് കേരളം പോവുകയാണ്. അതേസമയം തന്നെ കേരളത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ചെലവിൻ്റെ ഏതാണ്ടൊരു 82% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള വേറൊരവസ്ഥ. അതായത് ശമ്പളം, പെൻഷൻ എന്നിവയ്ക്ക് കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ മൊത്തം ചെലവിൻ്റെ ഏതാണ്ടൊരു 82% തുകയും. അപ്പോൾ 82% തുകയും കമ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കി 17% തുകയാണ് മറ്റ് കാര്യങ്ങൾക്കുള്ളത്. മറുഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ കടത്തിൻ്റെ അളവ് അതിഭീകരമായിട്ട് വർദ്ധിക്കുന്നു. 4,29,000 കോടി രൂപയായിട്ട് കടത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. സ്വാഭാവികമായും ഇതുപോലെയുള്ള ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് കൊടുക്കാനുള്ള പെൻഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് വലിയ തോതിലുള്ള കുറവ് കേരളത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിൻ്റെ വരുമാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണണം. ഞാനൊരു കണക്ക് പ്രകാരം നോക്കിയപ്പോൾ കേരളത്തിലെ സ്വർണ്ണ മേഖലയിൽ നിന്ന് മാത്രം ഒരു വർഷം ഏതാണ്ട് 5,000 കോടി രൂപയോളം പിരിക്കാവുന്ന സാഹചര്യത്തിൽ 500 കോടി രൂപയാണ് നമ്മൾ സ്വർണ്ണത്തിൻ്റെ മേഖലയിൽ നിന്ന് നമ്മൾ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ ചെലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ പോവുക, അതുപോലെ തന്നെ വരുമാനം പിരിക്കുന്നതിലുള്ള അനാസ്ഥ ഉണ്ടാവുക, നമ്മുടെ ചെലവിൽ തന്നെ വലിയ ശതമാനം പെൻഷനും ശമ്പളത്തിനുമായി പോവുക, ഇതൊക്കെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അതിന് സമാന്തരമായിട്ടാണ് അതിഭീകരമായിട്ടുള്ള ധൂർത്ത്. ഇപ്പം കേരളീയം എന്ന് പറഞ്ഞാൽ 100 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം മുഖ്യമന്ത്രിയുടെ ഭവനമായിട്ടുള്ള ക്ലിഫ് ഹൗസിൽ അനന്തമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2016 ആരംഭിച്ച ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2024 അവസാനിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കണക്ക് നോക്കിയപ്പോഴത്തേക്കും 2021 മാത്രം 2,19,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ക്ലിഫ് ഹൗസിൽ നടന്നിട്ടുള്ളത്. കർട്ടന് വേണ്ടിയിട്ട് 7 ലക്ഷം രൂപ ചെലവഴിച്ചതിനെ കുറിച്ചിട്ട് കെ രമ നിയമസഭയിൽ പറഞ്ഞിരുന്നു. അതായത് ക്ലിഫ് ഹൗസിനകത്തേക്ക് മരങ്ങൾ പടർന്നു കയറുന്നത് വെട്ടിമാറ്റാൻ വേണ്ടി മാത്രം 1,77,000 രൂപ ചെലവഴിച്ചു എന്നാണ്. ക്ലിഫ് ഹൗസിനകത്ത് റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടി 13 ലക്ഷം ചെലവഴിക്കുന്നു. ജനറേറ്ററിന് വേണ്ടി 5 ലക്ഷം ചെലവഴിക്കുന്നു. ഈ ചാണകക്കുഴിക്ക് 3,25 ലക്ഷം രൂപ ചെലവഴിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു നിയന്ത്രണവുമില്ലാതെയുള്ള ചെലവ്, അതിഭീകരമായിട്ടുള്ള ധൂർത്ത്, കിട്ടുന്ന ചെലവിൽ നല്ല ശതമാനവും പെൻഷനും ശമ്പളത്തിനും വേണ്ടിയിട്ട് ചെലവഴിക്കൽ, ഇതിൻ്റെയൊക്കെ ഭാഗമായി അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മൾ ചെന്ന് പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ ദരിദ്രനാരായണന്മാർക്ക് കൊടുക്കേണ്ട പെൻഷൻ പോലും 5 മാസക്കാലത്തേക്ക് കൊടുക്കാൻ പറ്റാത്ത അത്ര ദയനീയമായിട്ടുള്ള ഒരു സാമ്പത്തിക കാലാവസ്ഥയിലേക്ക് സംസ്ഥാനം ചെന്ന് കൂപ്പുകുത്തിയിരിക്കുകയാണ് എന്നാണ് ഇന്നത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, ശ്രീ പ്രന്റു മഹാദേവ്,
എന്തിനും ഏതിനും കേന്ദ്രത്തെ കുറ്റം പറയുന്ന നയമായിരുന്നു. ഇന്ന് പോലും എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിനെതിരായ സമരം നടത്തിയത് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന്റെ പേരിലാണ്. ഞങ്ങൾക്ക് ഈ കുടിശ്ശികയൊക്കെ കൊടുക്കണമെന്നുണ്ട്, ക്ഷേമ പെൻഷനുകളൊക്കെ കൊടുക്കണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാം, കേന്ദ്രമാണ് അതിന് കാരണമെന്നുള്ളത്. ഇത്രയും നാളും ഈ ക്ഷേമ പെൻഷനുകളൊക്കെ കൊടുത്തപ്പോഴും സൗജന്യ കിറ്റ് നടത്തിയപ്പോഴുമൊക്കെ അത് LDF സർക്കാരിന്റെ ഇച്ഛാശക്തി എന്നാണ് വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മൂക്കറ്റം കടത്തിൽ മുങ്ങി ഗത്യന്തരമില്ലാതായപ്പോൾ ഇത്രയും നാളും കേന്ദ്ര സർക്കാരാണ് തന്നത്, ഇപ്പോൾ ഞങ്ങളെ ഇങ്ങനെ ഞെരുക്കുകയാണ്, അതിന്റെ ഫലമായിട്ടാണ് കേരള ജനത ഇത്ര പട്ടിണി പാവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്, കേന്ദ്ര സർക്കാരാണ് എല്ലാത്തിനും കാരണമെന്നാണ് ഇപ്പോഴും അവർ ഇങ്ങനെ വാമൊഴിയായി പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോവിന്ദന്മാരുടെ വാമൊഴി വിശ്വസിക്കുന്ന ജനതയല്ല കേരളം. കേരളത്തിന്റെ ഇന്നത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കും കെടുകാര്യസ്ഥതയ്ക്കും കാരണക്കാരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, കേവലം ഒരു ധനകാര്യ പ്രതിസന്ധി മാത്രമല്ല കേരളത്തിൽ ഉള്ളത്. അടിസ്ഥാന ജനവിഭാഗം മരുന്നിനും ഭക്ഷണത്തിനും വകയില്ലാതെ ആത്മഹത്യയിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഈ കേരളത്തിലുള്ളത്. നമുക്കറിയാം, മറിയക്കുട്ടി ചേട്ടത്തി തുടങ്ങി വെച്ചു. പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ തെരുവിലിറങ്ങിക്കൊണ്ട് ഭിക്ഷയാചിക്കുന്ന മറിയക്കുട്ടിയെ നമ്മൾ കണ്ടു. അതിനുശേഷം പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ അതിന് ഉത്തരവാദി സർക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഭിന്നശേഷിക്കാരനായിട്ടുള്ള നമ്മുടെ ജോസഫ് ഏട്ടൻ, അദ്ദേഹത്തിന്റെ ആത്മഹത്യയും കേരളം കണ്ടു. അതിനു മുമ്പ് പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ, ആ കർഷകന്റെ ആത്മഹത്യയും കേരളം കണ്ടു. ഇപ്പോൾ 90 വയസ്സുള്ള പൊന്നമ്മ എന്ന് പറയുന്ന ഒരു വൃദ്ധ, പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ ജീവിക്കാൻ കേരളത്തിൽ സാധിക്കുന്നില്ല, ഭക്ഷണത്തിന് വകയില്ലാത്തതിന്റെ പേരിൽ, മരുന്ന് മേടിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. അതിന് കാരണം 7 വർഷമായി ഈ കേരളത്തെ ഭരിച്ചു മുടിക്കുന്ന ധൂർത്തും അഴിമതിയും മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു സർക്കാർ, ആ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സർക്കാർ അടിസ്ഥാനരഹിതമായിട്ട് ഈ വലിയ പ്രതിസന്ധി വന്ന സമയത്ത് ഈ കേന്ദ്ര സർക്കാരിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു വസ്തുതയും ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് നമ്മളത് തെളിഞ്ഞു. ഇപ്പോ കഴിഞ്ഞ ദിവസം ഇന്നലെ നമുക്ക് ജന്തർ മന്ദിറിലെ മുന്നിൽ ഈ പിണറായിയും സംഘവും ഒക്കെ ഈ പരിപാടിക്ക് നൽകുന്ന ചെലവാക്കിയ പണമുണ്ടെങ്കിൽ ഒരു 1000 പേർക്ക് പെൻഷൻ നൽകാൻ സാധിക്കുമായിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവർ പോയിട്ട് അവിടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയത്? ഇതേ ആളുകൾ അങ്ങനെയാണെങ്കിൽ അത് വസ്തുതയുണ്ടെങ്കിൽ അത് ഉന്നയിക്കേണ്ടത് പാർലമെന്റിനകത്തല്ലേ? പാർലമെന്റിനകത്ത് കൃത്യമായിട്ട് കേരളത്തിൽ ഇപ്പോ ഇവരൊരു കണക്ക് പറയുന്നുണ്ട്. വേണം ഈ 55,000 കോടി രൂപയുടെ കണക്ക് ഇത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്താണ് അടിസ്ഥാന വസ്തുത? ഇത് കേന്ദ്രം ഏതെങ്കിലും ബില്ല് പാസ്സാക്കാൻ അല്ലെങ്കിൽ പാസ്സാക്കാൻ കൊടുക്കേണ്ട പണമല്ല ഈ 55,000 കോടി രൂപ. കേരളത്തിലേക്ക് അനുവദിച്ച പണം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കേരള സർക്കാരിനെ സഹായിച്ച ഒരു ഭരണമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെത്. നമ്മളൊന്ന് ഡാറ്റ പരിശോധിക്കുന്ന സമയത്ത് 10 വർഷം കൊണ്ട് 2.25 ലക്ഷം കോടി രൂപയുടെ സഹായമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത്. അതിൽ 1,25,000 കോടി എന്ന് പറയുന്നത് ഇവിടെ ഈ നികുതി ഇനത്തിൽ മാത്രമാണ്. 90,000 കോടി രൂപ എന്ന് പറയുന്നത് പദ്ധതിയേന വിഭാഗത്തിൽ നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ 3,000 കോടിയുടെ ഉത്സവകാല സഹായം നൽകിയപ്പോഴാണ് നമ്മുടെ ട്രഷറിയിലെ നിയന്ത്രണങ്ങൾ മാറിയത്. പിന്നെ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ പറയുന്നു ഈ പെൻഷൻ തുക കേന്ദ്ര സർക്കാർ നൽകിയില്ല. ഇതൊരു അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ 602 കോടി രൂപയുടെ കുടിശ്ശികയാണ് കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയത്. ഈ 602 കോടി രൂപ കിട്ടിയിട്ട് എന്തുകൊണ്ട് ഇവർ പെൻഷൻ നൽകുന്നില്ല? ഇവർ പറയുന്ന അടിസ്ഥാനരഹിതമായ ആരോപണം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ 602 കോടി രൂപ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ സംസ്ഥാന സർക്കാർ 780 കോടി രൂപയാണ് പെൻഷൻ നൽകേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത് കേവലം 33 കോടി രൂപ മാത്രമാണ്. ഈ 33 കോടി രൂപ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ നേരിട്ട് അക്കൗണ്ടിൽ എത്തിക്കാൻ ഇവിടെ നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അതിനുവേണ്ടി നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. അവിടെ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വരുന്ന സമയത്ത് സ്വാഭാവികമായി കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ആരാണ് ഈ അവശ്യ വിഭാഗത്തിന്റെ കൃത്യമായി അക്കൗണ്ടിലെത്തും. ഈ അക്കൗണ്ടിൽ എത്തുന്നതിന് തടയാൻ വേണ്ടിയിട്ട് 2023 വരെ പിണറായി വിജയൻ സർക്കാരും ഈ ധനമന്ത്രിയും ശ്രമിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഈ അവശ്യ വിഭാഗത്തിന് നൽകുന്ന പണം വകമാറ്റിക്കൊണ്ട് ഈ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന പണത്തെ വകമാറ്റി ചെലവഴിക്കുകയാണ് സർക്കാർ. അതിലിടപെട്ടു. നിങ്ങൾ കൃത്യമായി കണക്ക് അനുവദിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് ഈ കുടിശ്ശിക മുടങ്ങിയത്. മുടങ്ങിയ കുടിശ്ശിക 602 കോടി രൂപ കൊടുത്തിട്ടുണ്ട്.
എന്നിട്ടും ഈ തെറ്റിദ്ധരിക്കുന്ന 55,000 കോടി രൂപയുടെ കണക്ക് അത് നമ്മളൊന്ന് പരിശോധിക്കണം. ഇത് സത്യത്തിൽ ഈ കേരളത്തിൽ ഈ നുണ പറഞ്ഞ് ഗീബൽസിയൻ തന്ത്രം പറഞ്ഞ് പരത്താൻ ഈ കമ്മ്യൂണിസ്റ്റുകാരോളം മിടുക്ക് വേറെ ആർക്കുമില്ല. ഈ 55,000 കോടി രൂപയിൽ ഇവർ പറയുന്നത് 12,000 കോടി, അത് മാത്രമെന്ന് ഞാൻ പറയാം. 12,000 കോടി എന്ന് പറയുന്നത് GST ഇനത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട വരുമാനം എന്നാണ് പറയുന്നത്. അതിനകത്ത് അടിസ്ഥാനപരമായ ഒരു വസ്തുതയുമില്ല. 2022 വരെ കേരളത്തിന് GSTയുടെ നഷ്ടത്തിൽ കേരള സർക്കാർ കൊടുത്തത് 55,000 കോടി രൂപയാണ്. 2027 ശേഷം ഈ പണം കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഈ 12,000 കോടിയുടെ കണക്കാണ് ഈ 55,000-ത്തിലുള്ളത്. രണ്ടാമത്തെ ഒരു വസ്തുത, കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ച ഒരു വിദ്വാനുണ്ട്. അത് നമ്മുടെ മുൻകാല ഷാജഹാൻ സാറുടെ ഒക്കെ സുഹൃത്തായിരുന്ന തോമസ് ഐസക്കാണ്. ഈ തോമസ് ഐസക്കാണ് സത്യത്തിൽ ഈ കേരളത്തെ ഈ രീതിയിലേക്ക് കടബാധ്യതയിലേക്ക് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് 1,20,000 രൂപ കടബാധ്യതയിലേക്ക് കേരളത്തെ മാറ്റിയത് ഈ തോമസ് ഐസക്കാണ്. തോമസ് ഐസക്ക് കിഫ്ബി കൊണ്ടുവന്നു. എന്നിട്ട് അതിന്റെ പേരിൽ 70,000 കോടി രൂപ കടമെടുത്തു. ആ 70,000 കോടി രൂപയുടെ കടബാധ്യത ആരാണ് വഹിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് അത് ബഡ്ജറ്റിന് പുറത്താണ്. അതിന്റെ ബാധ്യത സ്വാഭാവികമായിട്ട് നമുക്കറിയാം. വിദേശ വിനിമയവുമായി ബന്ധപ്പെട്ട് വിദേശത്തു നിന്നുള്ള പണം സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. കേന്ദ്ര സർക്കാർ കൃത്യമായി ആ കാര്യത്തിൽ ഇടപെട്ടു. ആ ഇടപെട്ട സമയത്ത് അതുമായി ബന്ധപ്പെട്ട് 8,000 കോടി രൂപ തരാനുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത മേഡം, ഈ 75,000 കോടി രൂപ കടമെടുത്തു. ഈ കടമെടുത്തതിന് എത്ര രൂപ വരെ ചെലവഴിച്ചിട്ടുണ്ട്? 25,000 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ബാക്കി 50,000 കോടി രൂപ എവിടെ? ഇനി 70,000 രൂപയ്ക്ക് 9% പലിശ കൊടുക്കണം. അപ്പൊ സ്വാഭാവികമായി ധനകാര്യ മാനേജ്മെന്റ് കെടുകാര്യസ്ഥത കാരണം ശ്രീലങ്കയെക്കാളും ബ്രസീലിനേക്കാളും അപ്പുറത്തേക്ക് പോകുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറുന്നു. സ്വാഭാവികമായിട്ട് അതിന് ഉത്തരവാദി ഒരു സംശയം വേണ്ട, ഇവിടുത്തെ കേരള സർക്കാരാണ്. നിങ്ങൾ നോക്കൂ, ഇവിടത്തെ വരുമാനത്തിന് ഇവിടെ കടം മേടിച്ച് മുടിയുന്ന ഒരു സംസ്ഥാനത്തെ പറഞ്ഞോളൂ ശ്രീ പ്രൻഡു. കടം മേടിച്ച് മുടിയുന്ന ഒരു സംസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്ന കേന്ദ്ര സർക്കാർ പറയുന്നു. കൃത്യമായിട്ട് നമുക്കറിയാലോ സാർ, കേന്ദ്ര സർക്കാർ എന്ന് പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്കിന്റെയും 15ാം ധനകാര്യ കമ്മീഷന്റെയും ഒക്കെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഈ പറയുന്ന വസ്തുതയുണ്ടല്ലോ, ഈ വസ്തുതകൾ കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മുടെ ഷാജഹാൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ GSTPയുടെ നിരക്കിൽ കേരളമാണ് 5ാം സ്ഥാനത്ത്, ഏറ്റവും മോശമായ അവസ്ഥയിൽ 5ാം സ്ഥാനത്ത്. അതായത് നമ്മളുടെ GSTPയുടെ 39% കടബാധ്യതയുള്ള സംസ്ഥാനമാണ് ഈ കേരളം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് വേണം. എന്താ കാരണം? ഇതേ അവസ്ഥയാണ് പഞ്ചാബിനുള്ളത്. GSTPയുടെ 55% കടമെടുത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇതുപോലെയുള്ള കെടുകാര്യസ്ഥത കാരണം, ധനകാര്യ മാനേജർ കെടുകാര്യസ്ഥത കാരണം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. അപ്പൊ അതിനാണ് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങൾ ഇന്ത്യ പോലെയുള്ള രാജ്യം ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്ന സാഹചര്യത്തിൽ കെട്ടുകാര്യസ്ഥത കൊണ്ട് ഇത്തരം സംസ്ഥാനങ്ങൾ നടക്കുന്ന വികലമായ നയങ്ങൾ കാരണം ഈ രാജ്യത്തിന്റെ പുരോഗതിയാണ് ഈ പറയുന്ന സർക്കാരുകൾ തടസ്സപ്പെടുത്തുന്നത്. അതെ, കടബാധ്യത എന്ന് പറയുന്നതിലേക്ക് കേരളത്തിലെ ജനങ്ങൾ ഇവര് കടം മേടിച്ച പണം ഏത് സെക്ടറിലേക്കാണ് ചെലവഴിക്കുന്നത്? 82% പണവും ചെലവഴിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പറയുന്ന ശമ്പളം നൽകാനാണ്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാർഷിക മേഖലയിൽ നിന്നോ വ്യാവസായിക മേഖലയിൽ നിന്നോ ഇനി സ്റ്റാർട്ടപ്പ് പദ്ധതികളിലേക്ക് ഈ പണം പോകുന്നില്ല. എന്നിട്ട് ഇവിടുത്തെ പാവപ്പെട്ട അടിസ്ഥാന ജനവിഭാഗത്തിന് കൊടുക്കേണ്ട 5 മാസത്തെ പെൻഷൻ നൽകുന്നില്ല. കേന്ദ്രം 602 കോടി രൂപ കൊടുത്തല്ലോ. എന്നാൽ ഇവർക്ക് അത് കൊടുത്തിട്ട് കുടിശ്ശിക തീർത്തൂടെ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നമ്മൾ മനസ്സിലാക്കണം, സെസ് 2 രൂപ എന്ന് എല്ലാ സംസ്ഥാനങ്ങളും 602 കോടി കൊടുത്തു എന്നുള്ളത് ജോസഫിന്റെ ആത്മഹത്യയോട് കൂടിയാണ് വെളിയിലായത്. കാരണം ആ അംഗപരിമിതൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സമയത്ത് ഒരു പൊതു താല്പര്യ ഹർജി കോടതിയിൽ സമർപ്പിക്കപ്പെടുകയും അതിന്റെ കണക്കെടുപ്പ് നടത്തിയപ്പോഴാണ് 602 കോടി കേന്ദ്ര സർക്കാർ ഒക്ടോബറിൽ തന്നെ കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ടി വന്നത്. അതൊക്കെ ഇവരിങ്ങനെ മറച്ചു വയ്ക്കുകയാണ്. ഒരാളുടെ മരണത്തിനും ആത്മഹത്യക്കും ശേഷമാണ് ആ വസ്തുത വെളിയിൽ വന്നതുപോലും. ഇവിടെ ശ്രീ KM ഷാജഹാൻ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കടമെടുത്ത് ശമ്പളവും പെൻഷനും നൽകേണ്ടുന്ന ഒരു ദുർസ്ഥിതിയിലേക്കാണ് കേരളം പോകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ LDF സർക്കാർ 5 വർഷം കൊണ്ട് വിതരണം ചെയ്ത ഒരു കണക്കാണ് 35,154 കോടിയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത്. അത് ഈ 2 വർഷം 7 വർഷമാകുമ്പോൾ 59,112 കോടിയായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ഗുരുതരമായ വസ്തുത എന്ന് പറയുന്നത് ഇത് വായ്പ എടുത്ത തുകയാണ്.
ഇത് പലിശയ്ക്ക് മേൽ പലിശയായി ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയും കൃത്യമായി തങ്ങൾ ക്ഷേമ പെൻഷൻ അടയ്ക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു വൈരുദ്ധ്യാത്മകതയാണ്. കാരണം ഇതെങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ളതാണ്. കടത്തിന്മേൽ കടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ക്ഷേമ പെൻഷൻ നൽകണം, ഇനിയും സർക്കാർ ശമ്പളം നൽകണം. സാധനങ്ങളുടെ വിലയാണെങ്കിൽ കുതിച്ചു വരുന്നു. സാധാരണക്കാരൻ അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ഒരു ദുസ്ഥിതിയിൽ ഇവരിങ്ങനെ കടമെടുത്തുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ ഇങ്ങനെ കൊടുക്കാം എന്നുള്ള വാഗ്ദാനം മാത്രമായി നൽകുകയാണ്. ഒരു വശത്ത് കടം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ കടമെടുത്ത് വികസന പ്രവർത്തനം നടത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്, കടമെടുത്തായാലും വേണ്ടില്ല വികസന പ്രവർത്തനം നടത്തിയാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു മുന്നും പിന്നും നോക്കാതെ വളരെ റെക്ലെസ് ആയിട്ടുള്ള ഒരു കടമെടുപ്പ് രീതി സംസ്ഥാനം അവലംബിച്ച് തുടങ്ങിയത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1,62,200 ചില്ലുവാനം കോടി രൂപയായിരുന്നു 2016 കടമെങ്കിൽ അത് 2024 ജനുവരി ആയപ്പോൾ 4,29,000 കോടി രൂപയായി കടം വർദ്ധിച്ചു എന്നുള്ളത് നമ്മൾ കാണണം. അത് അറിയാമല്ലോ. അപ്പോൾ 1,62,200 ഇരട്ടിയിലധികമായി കടം വർദ്ധിച്ചു. ആ കടമെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ ജനസംഖ്യയുമായി അതിനെ ഭാഗിച്ചാൽ ഏതാണ്ട് ഒരു 1.5 ലക്ഷത്തിലധികം പ്രതിശീർഷ കടം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും തലയിൽ നമ്മൾ താങ്ങിക്കൊണ്ട് നടക്കുകയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇവിടെയുള്ള വേറൊരു വലിയ പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് ഞാൻ പറഞ്ഞു. അതായത് മൊത്തം ചെലവിൽ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ. കമ്മിറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശമ്പളത്തിനും പെൻഷനും വേണ്ടി കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് അത് ഓരോ മാസവും നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം 4-4.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ലക്ഷക്കണക്കിന് വരുന്ന പെൻഷൻകാർക്കും അവർക്ക് എല്ലാ മാസവും ഇത്ര കൊടുത്തോളാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിനാണ് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതിൻ്റെ കൂട്ടത്തിൽ ഏതാണ്ട് ഒരു 20% പലിശ ചെലവും കൂടെ വരുമ്പോൾ നമ്മുടെ മൊത്തം വരുമാനത്തിൻ്റെ ഏതാണ്ട് ഒരു 82% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് എന്നുള്ളത് വരുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നേരത്തെ ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചത്, അതായത് കണ്ടിജൻറ്റ് ലയബിലിറ്റി ആസ് എ പെർസെൻറ്റേജ് ഓഫ് GSDP. കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം കടബാധ്യത നമ്മുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണെന്നുള്ളത് അതിനെക്കുറിച്ച് അവിടെ സൂചിപ്പിച്ചു. അത് കേരളത്തിൻ്റെത് 31% 2-3 വർഷം കൊണ്ട് ഏതാണ്ട് 39% അത് വർദ്ധിച്ചു. അപ്പോൾ നമ്മുടെ ബാധ്യതകൾ ആസ് എ പെർസെൻറ്റേജ് ഓഫ് സംസ്ഥാന വരുമാനം അത് എല്ലാ സംസ്ഥാനങ്ങളുടെയും കൂടി നമ്മൾ ശരാശരി എടുത്തു നോക്കിയാൽ അത് 28% മാത്രമാണ്. ആ സ്ഥാനത്ത് അത് 39% വരുന്നു. പലിശ ചെലവ് ഞാൻ അവസാനമായി മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് മൊത്തം വരുമാനത്തിൻ്റെ മൊത്തം സംസ്ഥാന വരുമാനത്തിൻ്റെ ഏതാണ്ട് 19.9% പലിശ ചെലവാണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തെ എൻ്റെ ധനകാര്യസ്ഥിതിയെ അല്ലെ പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റിനെ വളരെ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ധനകാര്യ കമ്മീഷനുമൊക്കെ ഏറ്റവും ഡെറ്റ് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സംസ്ഥാനമായി, അതായത് കടം കൊണ്ട് സമ്മർദ്ദം അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ 2-3 നമ്മുടെ സംസ്ഥാനത്തെ. നമ്മുടെ സംസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളവും പഞ്ചാബും രാജസ്ഥാനുമാണ് ഇപ്പം ഇന്ത്യയിലുള്ള 29% സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ഡെറ്റ് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സംസ്ഥാനം. അപ്പം സ്വാഭാവികമായും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൂടെ ഞാൻ വരുത്താം. അതായത് നമുക്കറിയാം ഈ ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനങ്ങളിലേക്ക് പണം ഡിവോൾവ് ചെയ്ത് കൊടുക്കുക. അതാണ് ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഡെവല്യൂഷൻ എന്ന് പറയുന്നത് പ്രധാനമായും ടാക്സുകളും ഡ്യൂട്ടികളുമാണ്. സംസ്ഥാനത്തു നിന്നൊക്കെ പിരിക്കുന്ന ടാക്സിൻ്റെയും ഡ്യൂട്ടിയുടെയും ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 42-43% മറ്റോ സംസ്ഥാനങ്ങൾക്ക് ഡിവോൾവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ധനകാര്യ കമ്മീഷനാണ് കൊടുക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ കമ്മി കൂടുതലായതുകൊണ്ട്, എന്താണ് കമ്മി കൂടുതലെന്ന് പറഞ്ഞാൽ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇന്ത്യയിൽ 3 സംസ്ഥാനത്ത് മാത്രമാണ് ഈ റവന്യൂ ഡെഫിസിറ്റ് ഉള്ളത്. അതായത് വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുള്ള 3 സംസ്ഥാനങ്ങളാണ് കേരളത്തിലുള്ളത്.
അതുകൊണ്ട് 15-ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ടാക്സും ഡ്യൂട്ടിയും തരുന്നതിന് മുകളിൽ ഒരു പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നൽകാമെന്ന് പറഞ്ഞു. പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുള്ളത് കൊണ്ട് 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ റവന്യൂ കമ്മി ഇല്ലാതാക്കണം എന്നുള്ള ആ ഒരു കണ്ടീഷൻ്റെ ഭാഗമായി, നിങ്ങൾ 5 വർഷം കൊണ്ട് നിങ്ങളുടെ റവന്യൂ ചെലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾക്കൊരു പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നൽകാം എന്ന് പറഞ്ഞു. അങ്ങനെ നൽകിയതിൻ്റെ ഭാഗമായി ഏതാണ്ടൊരു 50-55,000 കോടി രൂപ കഴിഞ്ഞ ഒരു 5-6-7 വർഷത്തിനുള്ളിൽ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ കണ്ട കാലം അത്രയും ഫിനാൻസ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തതിൻ്റെ ഏതാണ്ടൊരു 13% കേരളത്തിന് കിട്ടിയിട്ടുള്ള ഈ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 3% കേരളം ഉള്ളത്. എന്നാൽ കഴിഞ്ഞ ഏതാണ്ടൊരു 3-4 വർഷക്കാലം കൊണ്ട് ധനകാര്യ കമ്മീഷനുകൾ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത ഇത്തരം ഗ്രാൻഡിൽ ഏതാണ്ട് 13% കേരളത്തിൽ കിട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പണം കിട്ടിയിട്ടും അതോടൊപ്പം തന്നെ വേറെ പല പദ്ധതികളുടെ ഭാഗമായി ഒരുപാട് പണം കിട്ടിയിട്ടും കേരളത്തിൻ്റെ ഈ റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതായില്ല. അതങ്ങനെ തന്നെ തുടരുകയാണ്. കാരണം എന്താണ്? കേരളത്തിന് ഇതുപോലെ കിട്ടുന്ന കാശ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ, ശമ്പളം, പെൻഷൻ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. മറുഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ വലിയ തോതിൽ വരുമാനം ഉണ്ടാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്യുന്ന വേറൊരു പണി എന്താണ്? ബജറ്റിലൂടെ അല്ലാതെ പണം സമാഹരിക്കുന്നു. അതിനാണ് കിഫ്ബി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കിയത്. കിഫ്ബി ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്തത്? കിഫ്ബി ഉണ്ടാക്കിയിട്ട് അവർ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേരളത്തിലുള്ള മറ്റ് ചില ഭരണഘടനാ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലൂടെ എല്ലാം കടമെടുക്കുന്ന ഒരു രീതി കഴിഞ്ഞ കുറച്ച് നാളുകളായി അവതരിപ്പിച്ചു. അതായത് ബജറ്റിന് പുറത്തൂടെ കടമെടുക്കുന്ന ഒരു രീതി. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിഫ്ബി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനത്തിനെ അവർ ഉണ്ടാക്കി അവിടെ വെച്ചത്. എന്നിട്ട് കിഫ്ബി എന്ന് പറഞ്ഞ സംവിധാനത്തിന് ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്തു? കേരളത്തിലെ പെട്രോളിൽ നിന്ന് കിട്ടുന്ന സെസ്സും കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ടാക്സിലെ 1% കിഫ്ബിയിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കിഫ്ബിക്ക് കിഫ്ബിയുടേതായിട്ടുള്ള ഒരു വരുമാനവുമില്ല. അതേസമയം ഖജനാവിലേക്ക് ചെല്ലേണ്ട പെട്രോൾ സെസ്സും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ടാക്സിലെ 1% അവർ കിഫ്ബിയിലേക്ക് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിഫ്ബിയിലേക്ക് എടുത്തിട്ട് ബഡ്ജറ്റിന് പുറത്തൂടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രീതിയിലേക്ക് വലിയ തോതിൽ പോവുകയും അത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതിയെ വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പല വർഷങ്ങളിലും അതിൻ്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതങ്ങനെ എടുക്കാൻ പാടില്ല എന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ട് പെട്രോൾ സെസ്സൊക്കെ കൂട്ടിയപ്പോൾ എന്താ പറഞ്ഞത്? പെട്രോൾ സെസ് 2% കൂട്ടിയപ്പോഴത്തേക്ക് പറഞ്ഞെന്താണ്? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂട്ടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ പെട്രോൾ സെസ് 2% കൂട്ടി. കിഫ്ബിക്ക് കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ഏതാണ്ട് 12,000 ചില്ലുവാനും കോടി രൂപയാണ് ഈ പെട്രോൾ സെസ് കൂട്ടിയതും വരുമാനം മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ വരുമാനത്തിലൂടെ കിട്ടിയിട്ടുള്ളത്. അപ്പം അത് അവർ വാങ്ങിയ സമയത്തും അവരത് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുമെന്നാണ് പറഞ്ഞത്. അതൊന്നും ചെലവഴിക്കാതെ അനാവശ്യമായിട്ടുള്ള വലിയ തോതിലുള്ള ധൂർത്ത് നടത്തി. മറുഭാഗത്ത് പിരിക്കാനുള്ള നികുതി പിരിക്കാതെ, ഇപ്പം ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതിവർഷം ഏതാണ്ട് ഒരു 10-20,000 കോടി രൂപയുടെയെങ്കിലും നികുതി കേരളത്തിൽ നിന്ന് പിരിക്കാതിരിക്കുന്നു എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവൻ ഇതുപോലെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ഇതുപോലുള്ള സാധനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക, പെട്രോൾ സെസ് കൂട്ടിയിട്ട് അത് കിഫ്ബിയിലൂടെ ബജറ്റിന് പുറത്തൂടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നോക്കുക, അതുപോലെ തന്നെ പിരിക്കാവുന്ന നികുതി പിരിക്കാതിരിക്കുക. ഇതിലൂടെയൊക്കെ വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ മോശമായിട്ടുള്ള പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് നടത്തി വലിയ തോതിലുള്ള പ്രതിസന്ധിയിലാണ് ഇന്ന് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് അനധിവിദൂര ഭാവിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ സർക്കാരിന് പെൻഷനും ശമ്പളവും പോലും കൊടുക്കാൻ കഴിയാത്ത അതിഗുരുതരമായിട്ടുള്ള ഈ അൺറിട്രീവബിൾ ആയിട്ടുള്ള ഒരു ധനകാര്യ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകാനാണ് സാധ്യത. അത് മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്തിട്ടുള്ളത്.
ആ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് എത്ര കോടിയാണ് പിരിച്ചത്, എത്ര കോടിയാണ് കേരളത്തിന് തന്നതെന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു എന്ന് മാത്രമല്ല, അവർ സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റായിട്ട് അവർ കൊടുത്തിട്ടുമുണ്ട്. കാരണം ഒറ്റ വചനം കൊണ്ട് ഞാൻ തീർത്തോളാം. അതായത് കേരളത്തെ കേന്ദ്ര ഗവൺമെൻറ് ധനകാര്യമായി വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറഞ്ഞ് കേരള ഗവൺമെൻറ് സുപ്രീം കോടതി കൊണ്ടുവന്നൊരു ഹർജി ഫയൽ ചെയ്തു. ആ ഹർജി ഫയൽ ചെയ്തപ്പോൾ അതിന് മറുപടിയായി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത 45 പേജിൻ്റെ ഒരു അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിലാണ് ഈ പറഞ്ഞ കണക്കുകൾ മുഴുവൻ അവർ നിരത്തിയിട്ടുള്ളത്. ആ കണക്കുകൾ മുഴുവൻ സുപ്രീം കോടതിയുടെ മുന്നിൽ നിരത്തി എന്ന് പറയുമ്പോൾ അത് ആധികാരികമായിട്ടുള്ള കണക്കാണ്. ആ കണക്കിലൂടെ കഴിഞ്ഞ 7-8 വർഷക്കാലമായി കേന്ദ്ര ഗവൺമെൻറ് എത്ര രൂപയാണ് കേരളത്തിന് നൽകിയെന്നുള്ളതെല്ലാം ആ കണക്കിനകത്ത് വൃത്തിയായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും മോശമായിട്ടുള്ള പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻ്റ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതും ഫിനാൻസ് കമ്മീഷനുകളെയും റിസർവ് ബാങ്കിനെയും ഉദ്ധരിച്ചുകൊണ്ടും ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുനിന്ന് ആ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട സത്യവാങ്മൂലത്തിൽ നിന്നുള്ള കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. ആ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്നും അത് കേരളത്തിൻ്റെ തെറ്റായിട്ടുള്ള പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് കൊണ്ടാണെന്നും ഏത് കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതെ, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, അച്ചടക്കമില്ലാത്ത ധനവിനിയോഗം തന്നെയാണ് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് വിമർശനമുയരുന്നത്. നമുക്കറിയാം, സർവ്വ മേഖലകളിലും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് നമ്മുടെ ചർച്ചയിലെ ക്ഷേമ പെൻഷനിൽ എപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കുമെന്നുള്ള ഒരു ചെറിയ കാര്യം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ സംസ്ഥാനമൊട്ടാകെ വലിയ ധനപ്രതിസന്ധിയിൽ തന്നെയാണ്. എല്ലാ മേഖലകളെയും അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെ ഇതൊക്കെ കടം വീട്ടി തീർക്കും എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ചോദ്യചിഹ്നം. ഈ ക്ഷേമ പെൻഷനുകൾ ഇനി എങ്ങനെ വീട്ടാനാണ് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ 5 മാസത്തെ കുടിശ്ശിക കഴിഞ്ഞിരിക്കുന്നു. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഏപ്രിൽ മുതൽ ഇത് കൃത്യമായി നടത്തും എന്നാണ് ധനമന്ത്രിയുടെ വാഗ്ദാനം. പക്ഷേ എങ്ങനെ നിറവേറ്റാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇതുപോലെയായിരുന്നു കഴിഞ്ഞ തവണ പെട്രോൾ ഡീസലിന്റെ സെസ് 2 രൂപ കൂട്ടിയത് ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ നൽകുന്നതിന് വേണ്ടി. വെള്ളക്കരം, വൈദ്യുതി ബില്ല്, ഇതെല്ലാം സർവ്വ മേഖലകളിലും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഇപ്പോഴും ഈ കുടിശ്ശിക തുക ഇങ്ങനെ നിൽക്കുകയാണ്. മറിയക്കുട്ടി ചേട്ടത്തി, അതുപോലെ കഴിഞ്ഞ ദിവസം 90 വയസ്സുള്ള പൊന്നമ്മ, ജീവൻ നഷ്ടപ്പെട്ട ജോസഫ്, ഇങ്ങനെ നമുക്ക് മുന്നിലുള്ളത് വളരെ ചെറിയ കണക്കുകളാണ്. ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ പേർ ഒരുപക്ഷെ ഈ പൊതുമാധ്യമങ്ങളുടെ മുന്നിൽ വരാതെ അവർ നേറി കഴിയുകയായിരിക്കാം, യാതൊരു ഗത്യന്തരവുമില്ലാതെ. ഇതിനൊക്കെ സർക്കാരിന് മറുപടി പറഞ്ഞല്ലേ മതിയാകുകയുള്ളൂ. സാമ്പത്തികമായി സംസ്ഥാനത്തിന് പ്രതിസന്ധി ഉണ്ടെന്ന് ധനകാര്യമന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. വളരെ കൂടുതലായിട്ട് സാമ്പത്തിക പ്രതിസന്ധി നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഈ ക്ഷേമ പെൻഷന്റെ കാര്യം വന്നപ്പോൾ ഞാൻ അതിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിലേക്ക് കൊണ്ട് പരിശോധിച്ചപ്പോൾ ഈ 62 ലക്ഷം എന്നൊക്കെ പലരും ഞാനും അങ്ങനെ പറഞ്ഞിട്ട് അതില്ല. 2023 ഏപ്രിൽ മാസം 14 വരെയുള്ള കണക്കാണ് അതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വിട്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നെയും കുറെ ഇവർ ചേർത്തിട്ടുണ്ട്. 2023 ഏപ്രിൽ 14 വരെ കേരളത്തിൽ ക്ഷേമ പെൻഷൻ നൽകുന്നത് 57 ലക്ഷം പേർക്ക്. അത് വിവിധ മേഖല, ഏറ്റവും കൂടുതൽ സീനിയർ സിറ്റിസൺസ് ആണ്, പിന്നെ വികലാംഗരുണ്ട്, വിധവരുണ്ട്, അങ്ങനെ പല മേഖലയിലോട്ട് 57 ലക്ഷം പേർക്കാണ് കൊടുക്കുന്നത്. അത് ഈ ഗവൺമെന്റ് വരുമ്പോൾ നമുക്കറിയാം 600 രൂപ എന്നുള്ളത് 1600 രൂപയായിട്ട് ഉയർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഇപ്പൊ 4-5 മാസത്തെ കുടിശ്ശിക വരക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് കേരളം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം എന്നൊരു സ്കീം കേരളത്തിന്റെ ആദ്യമായിട്ടുണ്ടാക്കി. ഈ പെൻഷൻ ആനുകൂല്യർക്ക് നേരിട്ട് പണം എത്തിക്കുന്ന രീതിയായിരുന്നു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം. അതിനോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ ഈ കൊടുക്കുന്ന ക്ഷേമ പെൻഷനകത്തല്ല കേന്ദ്രത്തിന്റെ ഒരു വീതം കൂടിയുണ്ട്. ഈ 57 ലക്ഷം പേർക്ക് കൊടുക്കുന്നതിന് സ്റ്റേറ്റിന്റെ ഷെയർ 900 കോടിയൊന്നുമില്ല. അന്ന് ആ കണക്കനുസരിച്ച് 2020 അനുസരിച്ച് 750 കോടിയാണ് ഒരു മാസം വേണ്ടത്. കേന്ദ്രം തരുന്നത് 33 കോടിയാണ് കേന്ദ്രം തരുന്നത്. കേന്ദ്ര വിഹിതം കൂടി അതിനകത്തുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ കേന്ദ്ര പെൻഷന്റെ പ്രത്യേകത ഉള്ളത് അതായത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് 2 രീതിയിലാണ് പെൻഷൻ കൊടുക്കുന്നത്. 80 വയസ്സിന് താഴെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന 600 രൂപയാണ് കേരളം കൊടുക്കുന്നത്. പക്ഷെ കേന്ദ്രം 80 വയസ്സിന് താഴെയുള്ളവർക്ക് 200 രൂപയും 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500 രൂപയുള്ളൂ. അതുപോലെ തന്നെ വിധവാ പെൻഷൻ അതും ഇതേ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്ന 1600 രൂപയാണ്. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 300, താഴെയുള്ളവർക്ക് 500 രൂപയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ പെൻഷന്റെ വിഹിതം. അപ്പൊ 1100 രൂപ കൊടുക്കുമ്പോൾ ചിലതിന് 200 രൂപയും ചിലതിന് 300 രൂപയും ചിലതിന് 500 രൂപ വരെ കേന്ദ്രത്തിന്റെ വിഹിതമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2023 ഏപ്രിൽ മാസം 14 വരെയുള്ള സംസ്ഥാന ഗവൺമെന്റ് സൈറ്റിൽ കിട്ടുന്നത് 480 കോടി രൂപ
കേന്ദ്രത്തിലുള്ള 33 കോടി വെച്ച് 480 കോടി രൂപ പെൻഷൻ സ്കീമിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും 480 കോടി രൂപ കുടിശ്ശിയുണ്ട്. അപ്പോൾ ആ കുടിശ്ശികൊണ്ട് മാത്രം നമുക്ക് ഈ തുക മൊത്തം കൊടുത്തു തീർക്കാൻ പറ്റില്ല. കാര്യം 6 മാസത്തെ കുടിശ്ശി കൊടുത്തു തീർക്കണമെങ്കിൽ ഏകദേശം 4000 കോടി രൂപ കൂടുതൽ വേണം. ആ തുക കൊണ്ട് മാത്രം പറ്റില്ല. പക്ഷെ അതിന്റെ ഒരു വിഹിതമാകത്തുള്ളൂ. ഈ തുക എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് പോലും കൊടുക്കാൻ പറ്റില്ല. ഒരു മാസത്തേക്ക് കണക്കനുസരിച്ച് 800-850 കോടി രൂപയിൽ കൂടുതൽ നമുക്ക് ആ പെൻഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ അത്രയും ബാധ്യതയുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഈ പെൻഷൻ സ്കീം പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുക്കുന്നത് 3 സ്ഥലത്താണ്. 2 കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾ, ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാനം. 2000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഡൽഹിയിൽ, ഗോവയിൽ കൊടുക്കുന്നുണ്ട്, ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കൊടുക്കുന്നുണ്ട്. 4ാം സ്ഥാനം കേരളമാണ്. 1600 രൂപ കേരളം പെൻഷൻ കൊടുക്കും. ഗോവ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. ആൻഡമാൻ നിക്കോബാർ നമുക്കറിയാം കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ലെഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വമുള്ള ഭരണസമിതിയാണ് അവിടെ. പക്ഷെ 14 സംസ്ഥാനങ്ങളിൽ വെറും 500-600 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ 600 രൂപയുടെ അവരുടെ മാക്സിമം പെൻഷൻ. അത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മണിപ്പൂർ, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കൊടുക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് 600 രൂപയിൽ താഴെയാണ്. അപ്പൊ സാമൂഹ്യക്ഷേമ പെൻഷൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ബാക്കി UP-യിലൊക്കെ ശരി 20 കോടി കൂടി ജനങ്ങളുണ്ട്. പക്ഷെ അവിടെ പെൻഷൻ കൊടുക്കുന്ന ഈ 60 രൂപയിൽ താഴെ. അവിടെ വരവും അതുപോലെയാണ്. ഇപ്പോഴവരുടെ ബജറ്റ് തന്നെ അവതരിപ്പിച്ച് നമുക്കറിയാം 18 ലക്ഷം കോടി രൂപയുടെ ബജറ്റാണ് UP-യിലെ ബജറ്റ്. കേരളത്തിലെ ബജറ്റ് 1.6 ലക്ഷം കോടിക്ക് താഴെയാണ്. ഏതാണ്ട് കേന്ദ്ര ബജറ്റിന്റെ പകുതിയോളം വരും UP-യിലെ ബജറ്റ്. വളരെ നല്ല ബജറ്റിൽ ഏകദേശം അടുത്ത് വരും. 4-5 സ്റ്റേറ്റ് ആകുമ്പോൾ കേന്ദ്ര ബജറ്റ് തുല്യമാവും. കേന്ദ്ര ബജറ്റ് അതിൽ കൂടുതലാണ്. അപ്പൊ 147 ലക്ഷം കോടിയാണ്. അപ്പൊ ഇവിടെ ഈ ബജറ്റ് ഇങ്ങനെ വന്നപ്പോൾ ഇത്രയും കൂടുതൽ പെൻഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വർഷം നമുക്ക് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. നേരിച്ച് പെൻഷൻ ഇച്ചിരൂടെ കൂട്ടി കൊടുക്കണം എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം തൊഴിലാളികൾക്ക് ഈ 1500, 1600, 2000 ഒന്നും ഒരു ലിമിറ്റ് അല്ല. കാരണം 2500 ആയിരുന്നല്ലോ. 2500 ഞാൻ അതിലേക്ക് വരികയാണ്. അവിടെ ഉദ്യോഗസ്ഥർക്ക് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് സീലിംഗ് തന്നെ സംസ്ഥാന കേന്ദ്രം 1.25 ലക്ഷം രൂപ വരെയാണ് വീട്ടിലിരുന്ന് പെൻഷൻ വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥര്. അതിന്റെ മാക്സിമം പെൻഷൻ എന്ന് പറയുന്നത് 1.25 ലക്ഷം രൂപ വരെ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. അത് അനർഹമായ രീതിയിൽ പെൻഷൻ പോകുന്നുണ്ട്. ഒരു ജോലി ഉദ്യോഗസ്ഥർക്ക് ശരിയായ ശമ്പളം 2.5 ലക്ഷമോ 3 ലക്ഷം. പക്ഷേ ഒരു ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്നവർക്ക് 30 വർഷം സർവീസ് ഉണ്ടെങ്കിൽ ഏതാണ്ട് 1.25 ലക്ഷം രൂപ വരെ 50,000 രൂപയിൽ മേപ്പോട്ട് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്കറിയാം 1600 കോടി രൂപ ഒരു മാസം നമുക്ക് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റും. അതായത് പെൻഷന് ശമ്പളം കൂടെ നമുക്ക് വേണ്ടത് 60,000 കോടി രൂപ ഒരു വർഷം നമുക്ക് വേണം. അതുപോലെ തന്നെ പലിശ കൊടുക്കാൻ നമുക്ക് എല്ലാം കൂടെ വരുമ്പോൾ 60-70% പലിശ ഉൾപ്പെടെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് ഈ രീതിയിലേക്ക് നമ്മുടെ വലിയൊരു തുക മാറുന്നു. നമുക്ക് അതിനകത്ത് മറ്റു കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള പണം വളരെ കുറച്ച് പണം മാത്രമാണ്. നമ്മുടെ മറ്റു ചെലവുകളെല്ലാം മാറുന്നു. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ അടുത്ത സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി തന്നെ പുറത്തുവിട്ട ഒരു കണക്കുണ്ട്. 15ാം ധനകാര്യ കമ്മീഷൻ ഒരു ഫിസ്ക്കൽ ഫെഡറലിസം ഉണ്ട്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് കേന്ദ്ര സംസ്ഥാന സംഘങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു വിഹിതം. ആ 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 2.5% എന്നുള്ളത് 1.92% ആയിട്ട് മാറ്റി. അതായത് 0.6% കുറവ് വന്നുള്ളൂ. പക്ഷേ 0.6% എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആ പ്ലാനിംഗ് കമ്മീഷന്റെ വലയായിട്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു വർഷം ഏതാണ്ട് 2000 കോടി രൂപയോളാണ് കുറവ് വരുന്നത്. അത് തന്നെയുണ്ട് 50,000 കോടിയൊന്നുമില്ല. അതൊക്കെ വേറൊരു കണക്കാണ്. അത് നമ്മുടെ എന്തുവാ നമുക്ക് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് വെറുതെ ഒന്ന് വഴങ്ങാണെങ്കിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. കേരളത്തിന് വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവുള്ളത് കൊണ്ട് ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾക്ക് 15ാം ധനകാര്യ കമ്മീഷൻ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അനുവദിച്ചിരുന്നുവെന്ന്. അത് കഴിഞ്ഞ 6-7 വർഷങ്ങൾ കൊണ്ട് എനിക്കൊന്ന് ഓരോ വർഷവും തന്നെയാണെന്ന് എനിക്കൊന്ന് 19,000 കോടി രൂപ ആ ഇനത്തിൽ റവന്യൂ ഡെഫിസിറ്റ് പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് ഫിനാൻസ് കമ്മീഷൻ ഓവർ ആൻഡ് എബവ് സെൻട്രൽ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് സംസ്ഥാന സർക്കാരിന് കൊടുത്തിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2016-17 മുതലാണ് അത് കൊടുത്തപ്പോൾ പറഞ്ഞത് ഇത് റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി തരുന്ന ഗ്രാൻഡാണ്. ഇത് 2-3 വർഷം കഴിയുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇല്ലാതാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന എന്താണെന്നറിയോ, ഈ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് സ്ഥിരമായിട്ട് 50,000 കോടി വെച്ചിങ്ങനെ തന്നേക്കാൻ പറഞ്ഞ് പൊട്ടത്തരാണ് വിളിച്ച് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ശ്രീ ബൽദേവ്, ഞാൻ പറയാം. അപ്പം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ശരിയാണ്, അത് കിട്ടുന്നുള്ള അത് എല്ലാ വർഷവും കേരള സംസ്ഥാനത്ത് ഏറ്റവും സംസ്ഥാനങ്ങൾക്കല്ല
റവന്യൂ ഡെഫിസിറ്റ് വന്നാൽ കേന്ദ്രം വിഹിതം കൊടുക്കാറുണ്ട്, കേരളത്തിനും കിട്ടിയിട്ട് അതിനകത്ത് എനിക്ക് തർക്കമില്ല. പക്ഷേ ഇവിടെ നമുക്കുണ്ടായ ഒരു പ്രശ്നം ഞാൻ ഒന്ന് പറഞ്ഞു, നമുക്ക് ഫിനാൻസ് കമ്മീഷൻ അത് പണ്ട് കൊടുക്കുന്ന പോലെയല്ല. പണ്ട് 2011 സെൻസസ് 71 സെൻസസ് അനുസരിച്ച് കൊടുക്കുന്ന രീതിയല്ല 2011 സെൻസസിൽ അത് മാറ്റിയപ്പോൾ നമുക്ക് കേരളത്തിൽ മറ്റു ചില കാര്യങ്ങൾ പരിഗണിച്ചപ്പോൾ നമുക്ക് 0.5% കുറഞ്ഞു, 0.58% കുറഞ്ഞപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് 10-14 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. പിന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ റിസർച്ച് കണക്കുവിട്ടിരിക്കുന്നത്, ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്, 15ാം ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ സ്റ്റേറ്റ് വിഹിതം ഫിസ്ക്കൽ ഫെഡറലിസത്തിൽ 41.5% സംസ്ഥാനങ്ങൾ കൊടുക്കണമെന്നാണ്. അതിന്റെ കാരണം ഒരു രാഷ്ട്രത്തിന്റെ മൊത്തം ഉണ്ടാകുന്ന ചെലവിന്റെ 60% സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത്. കേന്ദ്രത്തിന് അത്രയും വരുന്നില്ല. ഉദാഹരണത്തിന് 5 സംസ്ഥാനങ്ങൾ, അതായത് UP, ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, ഈ 5 സംസ്ഥാനങ്ങളുടെ ബജറ്റ് എടുത്താൽ കേന്ദ്ര ബജറ്റേക്കാൾ ഒപ്പം വരും. അതാണ് അവരുടെ ബജറ്റ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് കൂടുതൽ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ബാക്കിയെല്ലാം കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളാണ്. ഇപ്പൊ ഇതെല്ലാം 40 അതിൽ കൂടുതൽ MP മാരുള്ള വലിയ വലിയ സംസ്ഥാനങ്ങളാണ്. ഇപ്പൊ കേന്ദ്രത്തിൻ്റെതിനേക്കാൾ കൂടുതലായിട്ട് ബാധ്യതകൾ വരുന്ന സംസ്ഥാനങ്ങൾക്കാണ്. അതുകൊണ്ട് മൊത്തം വരവിന്റെ 41% സംസ്ഥാനങ്ങൾ കൊടുക്കണമെന്നാണ് അതിന്റെ വ്യക്തമായ കണക്ക്. അതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തു. അപ്പൊ ആ കണക്കനുസരിച്ച് പറയുന്നത് 2017 നമുക്ക് കിട്ടിയിരുന്നു 41.1% തന്നിരുന്നു 2017. പക്ഷെ 2018 അത് 39.3% ഇട്ടു. 2019 വീണ്ടും തന്നു. 2020 35.3, 2021 32, 2022 37, 2023 35.1. അത് 6%. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണ്. അപ്പൊ ആ ഫിസ്ക്കൽ ഫെഡറലിസത്തിൽ 5-6% കുറയാന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് കുറയുന്നത്. ഇതൊക്കെ കണക്കൂട്ടിക്കൊണ്ടാണ് ഇവര്. അതുപോലെ തന്നെ കടമെടുപ്പ് തുക കുറച്ചു. കടമെടുപ്പ് ശരിയാണ്, പക്ഷെ ആ കടമെടുപ്പ് തുക സംസ്ഥാനത്തിന് മാത്രമല്ല ബാധകം, അത് കേന്ദ്രത്തിന് ബാധകമാണ്. അത് കേന്ദ്രം തന്നെ പാസ്സാക്കിയ ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് സംസ്ഥാനങ്ങൾക്കും അത് ബാധകമാണ്. കാര്യം നമ്മുടെ കേന്ദ്രമാകുമ്പോൾ GDP, സംസ്ഥാനമാകുമ്പോൾ GSDP. ആ GSDPയുടെ സംസ്ഥാനങ്ങൾക്ക് 30% താഴെ നിൽക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കടമെടുപ്പ്. കേന്ദ്രത്തിന് അത്, പക്ഷെ കേന്ദ്രത്തിന് 50% മുകളിലാണ് കേന്ദ്രത്തിലുള്ള കടമെടുപ്പ്. ഏറ്റവും കൂടുതൽ കടമെടുത്തിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്കയും. ഒക്കെ വലിയ കടമെടുത്തുള്ള രാജ്യമാണ്. അതുപോലെ അമേരിക്ക, ചൈന, 2ാം സാമ്പത്തിക ചൈനയും വലിയ കടമെടുപ്പുണ്ട്. പക്ഷെ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയാണ് കടമെടുപ്പിൽ. നമ്മുടെ GDP വെച്ച് പരിശോധിക്കുമ്പോൾ അതിന് IMF-ഉം വേൾഡ് ബാങ്കും അതിനകത്ത് നമുക്ക് വന്നു. അത് ഒരു എഡിറ്റോറിയൽ വരെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രോത്ത് വലിയ അപകടകരമായിട്ട് പോകും. പണ്ട് ഗ്രീസിൽ സംഭവിച്ചതുപോലെ സാമ്പത്തികമായ ഇന്ത്യ മൊത്തത്തിലുണ്ട്. അത്രയും കൂടുതൽ കടമെടുപ്പിലേക്ക് നമ്മൾ പോകാൻ പാടില്ല GDP-യുടെ. അപ്പം ഈ കണക്കനുസരിച്ച് ഈ 41.1% ഫിസ്ക്കൽ ഫെഡറലിസം അനുസരിച്ച് 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ അനുസരിച്ച് നമുക്ക് നൽകേണ്ടി വന്നപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നമുക്ക് അവസാനമായി കേരളത്തിൽ കിട്ടിയിരിക്കുന്ന 35.9%. അത് കോടിക്കണക്കിന് രൂപയുടെ ഒരു വ്യത്യാസമുണ്ട്. ഇതെനിക്ക് തോന്നുന്നു അവരുടെ കണക്കിനകത്ത് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇതിനകത്ത് കേന്ദ്രം ഞെരുക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. സാമ്പത്തികമായിട്ട് സംസ്ഥാനത്തിന് ശരിയാണ്, ശ്രീ ഷാജഹാൻ പറഞ്ഞത് ശരിയാണ്, റവന്യൂ ഡെഫിസിറ്റ് വളരെ കൂടുതൽ കിട്ടിയ ഒരു സംസ്ഥാനമാണ്. പക്ഷെ അതിന് മുകളിൽ നമ്മൾക്ക് ഇതിനകത്ത് ശരിയാക്കി കിഫ്ബി വഴി നമ്മൾ കുറെ അധികം പണം കടമെടുത്തു. ഈ കടമെടുത്ത പണമെല്ലാം നമുക്കറിയാം എന്നോട് പറഞ്ഞിട്ട് നല്ല കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചത്. എന്റെ പഞ്ചായത്തിലുണ്ട് ഒരു വലിയൊരു 3 നിലയുള്ള ഒരു സ്കൂൾ. അതും തിരിച്ചടവില്ല, റീപ്രൊഡക്റ്റീവ് അല്ല. റോഡ് പണിയുന്നു, അത് റീപ്രൊഡക്റ്റീവ് അല്ല. ഇവിടെ താലൂക്ക് ആശുപത്രികളെല്ലാം 3-4 കെട്ടിടങ്ങൾക്ക് നല്ല വിശാലമായിട്ട് പണിയുന്നു. അപ്പൊ ഇത് റീപ്രൊഡക്റ്റീവ് അല്ലാത്ത രീതിയിൽ വളരെ കൂടുതൽ പണം, പക്ഷെ അതെല്ലാം നമ്മുടെ പ്രാദേശിക വികസനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അതൊന്നും തെറ്റായ രീതിയിൽ ഉപയോഗിച്ചല്ല. അത് ഒരു രീതിയിൽ പറയുമ്പോൾ ശരിയാണ്, ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കണക്ക് ശരിയാണ്. കാര്യം ഞാൻ കടമെടുത്താലും എന്റെ വീട്ടിലുള്ളൊരു കടമെടുത്താലും അതെന്റെ കുടുംബത്തിന്റെ ബാധ്യതയായിട്ട് മാറും. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബി എന്ന അവയവത്തിലൂടെ കടമെടുത്തപ്പോൾ അത് കേരള ഗവൺമെന്റ് കടമെടുപ്പായിട്ട് തന്നെ കാണണം. പുറത്തുനിന്ന് കടമെടുക്കുന്ന അങ്ങനെ പറയുമ്പോൾ തിരിച്ച് ഗവൺമെന്റിന്റെ ധനകാര്യ ഉത്തരവാദിത്തത്തിന്റെ വാദം അത് തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഔട്ട് ഓഫ് ബജറ്റ് കടമെടുക്കുന്നുണ്ട്, ബജറ്റ് അല്ല കടമെടുക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് 2 കാര്യങ്ങളൂടെ ചെയ്യാം. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റ് മാത്രം അധികാരമുള്ളതാണ് നോട്ട് അടിക്കാൻ. നമ്മൾ ആ നോട്ടിന്റെ കണക്കൂടെ പറഞ്ഞാണ്. 2016 നോട്ട് ചോദിക്കുമ്പോൾ 16 ലക്ഷം കോടിയേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഷാജഹാനൊക്കെ അതറിയാം. ഇപ്പൊ 32 ലക്ഷം കോടിയുണ്ട്. ഈ 16 ലക്ഷം കോടി രൂപ അധികം നോട്ട് അടിച്ചു. അങ്ങനെ അവർക്ക് വരുന്നുണ്ട്. 2, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് വളരെയധികം പണം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള, അത് കൂടാതെ ഔട്ട് ഓഫ് ബജറ്റ് പണം, ഇപ്പൊ NHA, നാഷണൽ ഹൈവേ, കോടിക്കണക്കിന് അങ്ങനെ കടമെടുക്കുന്നുണ്ട്. അപ്പം കേരളം അങ്ങനെ കടമെടുത്തപ്പോൾ അത് കേരളത്തിന്റെ എടുക്കാൻ പാടില്ല, കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലെല്ലാം സാമ്പത്തികമായി ഞെരുക്കൊണ്ട് പണ്ട് ശരിയാണ്. നമുക്കിപ്പോഴുള്ള
ഈ ഇത്രയും അല്ല 4 ശ്രീ ലക്ഷത്തിൽ കൂടുതൽ ബൽദേവ് കൂടി ഒന്ന് നമുക്ക് ചോദിച്ചോട്ടെ, ഈ കിഫ്ബി വഴി കടമെടുക്കുമ്പോൾ അത് കടത്തിന് പുറത്തുള്ള പരിധിയായി കണക്ക് കൂട്ടണമെന്നായിരുന്നല്ലോ കേരളത്തിന്റെ വാദം. അത് ഉള്ളിൽ വരുന്നതല്ല, പക്ഷെ അതുകൂടി ചേർത്തുകൊണ്ടാണ് കടമെടുപ്പ് പരിധി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കേന്ദ്രം വന്നത്. ഇവിടെ കേന്ദ്രത്തിന് കടമെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തുന്നതിൽ എതിർവാദം ഉന്നയിക്കുന്നവർ കിഫ്ബി വഴി നമുക്ക് അടിസ്ഥാന വികസനത്തിന് കടമെടുക്കാം, അതിന് കുഴപ്പമില്ല എന്നാണോ പറഞ്ഞു വെക്കുന്നത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഈ കേന്ദ്രത്തിന്റെ കടമെടുപ്പും കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയും ഒക്കെ വിശകലനം ചെയ്യുന്നതിനിടയിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ വെറും 1600 രൂപ പോലും കൊടുക്കാൻ സാധിക്കാത്ത പാവപ്പെട്ടവരോട് എന്താണ് മറുപടി? അതാണല്ലോ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അല്ലാതെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ പാവത്തുങ്ങൾക്ക് 1600 2000 3000 രൂപ കൊടുത്താലോ കുറവല്ല, കൊടുക്കേണ്ടതാണ്. കാര്യം അത് ഏറ്റവും വലിയ അധ്വാന വർഗമാണ്. അതൊരു വശത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ രീതിയിലുള്ള ശമ്പള കുടിശ്ശിക, KSRTC ശമ്പള കുടിശ്ശിക, ഇങ്ങനെ എല്ലായിടത്തും കുടിശ്ശിക, ഉച്ചക്കഞ്ഞി ഭക്ഷണത്തിന് പ്രധാന അധ്യാപകർ തന്നെ പണം മുടക്കേണ്ടി വരുന്നു. ഇതെല്ലാം ഇങ്ങനെ ഒരു വശത്ത് നിൽക്കുന്നു. ഈ കിഫ്ബി വഴി കടമെടുക്കുന്നത് ഒന്നും തിരിച്ചു കിട്ടുന്ന റവന്യൂ അല്ല, ഞങ്ങളിങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വിനിയോഗിക്കുകയാണെന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമൊന്നുമില്ലല്ലോ. തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി എന്താണ് കേരളം ചെയ്യുന്നത്? കേരളത്തിന്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്രയും നാൾ കേരളം എന്ത് ചെയ്തു, LDF സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറയാം. നമ്മുടെ എക്കണോമിക് റിവ്യൂ കേന്ദ്രം അത് ബജറ്റിനകത്ത് വെച്ചില്ല. കാര്യം എക്കണോമിക് റിവ്യൂ എപ്പോഴും വെക്കേണ്ടതാണ്. എക്കണോമിക് റിവ്യൂ വെക്കാതെയാണ് കേന്ദ്രം ബജറ്റ് അവതരിപ്പിച്ചത്. ഏറ്റവും വലിയൊരു പോരായ്മയാണ്. ഇവിടെ കേരളത്തിന്റെ ഇക്കണോമിക് റിവ്യൂ അത് ഗവൺമെന്റ് തയ്യാറാക്കുന്നില്ല, ധനകാര്യ ഏജൻസികൾ തയ്യാറാക്കുന്നതാണ്. ഇക്കണോമിക് ഗ്രോത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. കേരളത്തിൽ 6.6% ആണ്. 2022-23 23-24 അത് ഇക്കണോമിക് പോളിസിയാണ് അതിൽ വരുന്നത്. അതുപോലെ നാഷണൽ ആവറേജ് അത് 5.9%. GSDP അത് കേന്ദ്രം തന്നെ അംഗീകരിച്ചാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് GSDP ഗ്രൂപ്പിൽ കേരളത്തിന് 3-ാം സ്ഥാനമാണ്. നമുക്ക് 6.3% ഗ്രോത്ത് ഉണ്ട്. കേന്ദ്രത്തിന് അത് അതിനേക്കാൾ വളരെ കൂടുതലാണ്. അതുപോലെ പ്രൈമറി സെക്ടറിൽ നമുക്ക് 1.45% ഗ്രോത്ത് ഉണ്ട്. സെക്കൻഡറി സെക്ടറിലുണ്ട്, സർവീസ് സെക്ടറിലെല്ലാം ഗ്രോത്ത് ഉണ്ട്. റവന്യൂ ഡെഫിസിറ്റ് നമുക്ക് 0.88% ആയിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ 2.22 ആയിട്ട് മാറുന്നു. ഫിസിക്കൽ ഡെഫിസിറ്റ് നമുക്ക് 3.9 2.4 ആയിട്ട് പോകും. കേന്ദ്രത്തിന്റെ 5%. എന്താണ് ഇങ്ങനെ ഈ കണക്കൊക്കെ പറഞ്ഞത്? ഇത് ആരെയാണ് നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഞാൻ തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ല, പിന്നീട് പറയുക ഞാൻ എന്റെ ഇരിപ്പോട്ട് ഇതിന്റെ റിവ്യൂ അങ്ങോട്ട് വിട്ടുതരാം, എവിടെ നിന്ന് പഠിക്കും അവിടെ നിന്ന് പഠിക്കും, എന്നെ ഇന്റർഫിയർ ചെയ്യാതെ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. അപ്പൊ ഇത് നമുക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ഗ്രോത്ത് ഉണ്ട്. പക്ഷേ നമ്മുടെ ഗ്രോത്തിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ചെലവ് നിൽക്കുന്നു. നമുക്ക് എപ്പോഴാണ് അത് തീർച്ചയായിട്ടും കേന്ദ്രത്തിലും അങ്ങനെയാണല്ലോ. കേന്ദ്രത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ബജറ്റ് എന്താ, വരവിനേക്കാൾ കൂടുതലല്ലേ ചെലവ്? വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്നതാണ്. ആ ചെലവ് കേന്ദ്രത്തിന് നികത്താം. കേന്ദ്രം ഫിസ്ക്കൽ ഡെഫിസിറ്റ് നികത്തുന്നത് 2 രീതിയിലാണ്. ഒന്ന് നോട്ടടിച്ച് നികത്താം, 2 സ്ഥാപനങ്ങൾ ഓഹരി വിറ്റ് നികത്താം. സംസ്ഥാന ഗവൺമെന്റിന് നോട്ടടിക്കാനുള്ള അധികാരമില്ല. ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അങ്ങനെ വിൽക്കാനുള്ള സ്ഥാപനമില്ല. കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടല്ലോ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് വായ്പ എടുപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ, നമുക്കറിയാം. ട്രഷറി കൊണ്ട് വായ്പ എടുപ്പിച്ച് എടുക്കാം. നമ്മുടെ ബജറ്റ് കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റ് പോസിറ്റീവ് ബജറ്റാണോ? അല്ല. പ്രോഫിറ്റ് ബജറ്റ് അല്ല. നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ കാലവും അവതരിപ്പിക്കുന്നത് നമുക്ക് നഷ്ടം കാണിക്കുന്ന ബജറ്റാണ്. ലക്ഷക്കണക്കിന് കോടി രൂപ നമുക്ക് വരുമാനത്തിൽ കുറവ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ആ ഡെഫിസിറ്റ് വരുന്നത് എന്തുകൊണ്ടാ? കേന്ദ്രത്തിനും വരവിനേക്കാൾ കൂടുതൽ ചെലവധിക്കുന്നു. ആ കേന്ദ്രത്തിന്റെ അത് കാലാകാലങ്ങളിൽ ചെലവ് നികത്താൻ സോഴ്സുകളുണ്ട്. ശ്രീ ബൽദേവ്, ഒരു കാര്യം കൂടി നമുക്ക് ഇടവേളയിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഒറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രം ഞെരുക്കാതെ കേന്ദ്രം പണം തന്നാൽ നികത്താൻ സാധിക്കുന്ന കടം മാത്രമേ ഉള്ളൂ കേരളത്തിന്? ഈ ക്ഷേമ പെൻഷനുകളൊക്കെ ഈ സാമ്പത്തിക വർഷം തന്നെ നമുക്ക് കൊടുത്തു തീർക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ 2.5% വെച്ച് നമുക്ക് ഫിനാൻസ് കമ്മീഷൻ തന്നെ അനുസരിച്ച് എന്നാൽ ഏതാണ്ട് 9,000 കോടി രൂപയുടെ അത് തന്നെയുണ്ട്. പിന്നെ ഫിസ്ക്കൽ അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന കടമുണ്ട്. അതായത് നമുക്ക് 41% എന്നുള്ളത് കേന്ദ്ര ഏജൻസിന്റെ പുറത്തുവിട്ടാണ് 35% ആയിട്ട് കുറച്ചു. അത് കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. 41% മൊത്തം വരവിന്റെ ടാക്സ് വരവിന്റെ മറ്റുള്ളവരെക്കാട്ട് വിധിച്ചു കൊടുക്കണം. അല്ല, 15 കമ്മീഷൻ ശുപാർശ ചെയ്ത് തന്നെയാണ്. CAG റിപ്പോർട്ടും താങ്കളുടെ കയ്യിൽ കാണുമല്ലോ. അതായത് സെപ്റ്റംബർ 23 വന്ന CAG റിപ്പോർട്ട്, അതിൽ പറയുന്നുണ്ട് ഈ സാമൂഹ്യ പെൻഷൻ വിതരണത്തിൽ ഗുരുതര ക്രമക്കേടാണെന്ന് CAG കണ്ടെത്തിയിരിക്കുന്നു. താങ്കൾക്ക് അറിവുള്ള കാര്യം തന്നെ ആയിരിക്കും. സർവീസ് പെൻഷൻ, സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ അപേക്ഷ സമർപ്പിക്കാത്തവർ വരെ ഇതിൽ ഗുണഭോക്താക്കളായി ചേർന്നിട്ടുണ്ടെന്ന് മാത്രമല്ല യോഗ്യരായ 1,00,000-ഓളം പേർക്ക് പെൻഷൻ നിരസിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കണക്ക് കൂടി CAG വെച്ച് നിരത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ
62,000 കോടിയുടെയും 62 ലക്ഷം പേർക്കാണ് ഞങ്ങൾ 1,600 വെച്ച് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള കണക്കുകൾ നിരത്തേണ്ടി വരുന്നത്. നമുക്ക് തിരികെ ചർച്ചയിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.